ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എക്സാമുകളുടെ അടുത്ത മാരത്തോൺ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഫയർമാൻ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, സാറേ ഫയർമാനുള്ള ക്ലാസ് ചെയ്യുമോ, ഫയർമാൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുമോ എന്നൊക്കെ പല എൻക്വയറീസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനി ഫയർമാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികവും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫയർമാൻ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമാണ്. പക്ഷേ ഇത് ഫയർമാൻ എക്സാമിന് മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക. CPO ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും അങ്ങനെ ഏത് ഫോഴ്സ് എക്സാമിനും അല്ലെങ്കിൽ +2 ലെവൽ 10th ലെവൽ എക്സാമിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു പോവുക. നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി പഠിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പീറ്റ് ചെയ്തും കണക്ഷനൊക്കെ ഉപയോഗിച്ചും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഇപ്പോൾ നമുക്ക് 40 ഡേയ്സിൻ്റെ 10th പ്രിലിംസ് ബാച്ച് ആണുള്ളത്. പ്രിലിംസ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി പലർക്കും അത് അതായത് അത്രയും പെൻഡിങ് വരും, അത്രയും ക്ലാസ്സുകൾ പെൻഡിങ് വരും. നമ്മൾ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വേണ്ട കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഒരുപാട് ക്ലാസ്സുകൾ അതിൽ കിടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ മാത്രം കണ്ടു തീർക്കാനാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതല്ല ആദ്യം മുതലേ ഒക്കെ പഠിച്ചു വരാനാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്തായാലും കണ്ടു തീർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മറ്റു കോഴ്സുകളുടെ ആയാലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ LDC, LGS, LPUP ഒക്കെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ജൂലൈയിലാവും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യും. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണെങ്കിൽ, എൻക്വയറീസ് നടത്താനുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അല്ലെ, നമുക്ക് യൂറോപ്യന്മാരുടെ വരവ് അല്ലെങ്കിൽ തിരിച്ചുപോയ യൂറോപ്യന്മാർ രണ്ടും നമുക്ക് പഠിക്കാണ്ട് അതിനൊരു കോഡൊക്കെ ഉണ്ട് അല്ലെ. പോഡാബി ഫ്രൈ പിന്നെ ഡാബി ഫേപ്പോ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ആര്? പോർച്ചുഗീസുകാർ. ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് അല്ലെ. ആദ്യം എത്തിയ യൂറോപ്യൻ ആരാണ്? അത് വാസ്കോ ഡ ഗാമയാണ്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ എത്തിയത് അല്ലെ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമുക്ക് പഠിക്കാണ്ട് സെന്റ് ഗബ്രിയേൽ ആണ്. സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളുണ്ട്. സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച കപ്പലുകൾ. പിന്നെ വാസ്കോ ഡ ഗാമ 3 തവണയാണ് കേരളം സന്ദർശിച്ചത്. അതിനു മുമ്പ് ഇത് നമുക്ക് പഠിച്ചു തീർക്കാം കേട്ടോ. ഓക്കെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അതെന്താണ്? ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്ക് ഏറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. സ്വാഭാവികം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാര് പരാജയപ്പെട്ടത് നമുക്കറിയാം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണെന്നും നമുക്കറിയാം അല്ലെ. ഇതിൽ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു ചോദ്യം വരാറുണ്ട്. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആണ് അല്ലെ. ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. അതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ്. ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ഇങ്ങനെ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ കുളച്ചൽ യുദ്ധം 1741 പഠിച്ചു വെക്കണം. വർഷം ചോദ്യം വരും. 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വന്ന മാർത്താണ്ഡവർമ്മ. അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് ചോദ്യം വന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധത്തിൽ എന്താണ് ഉണ്ടായത്? ഡച്ചുകാർക്ക് പരാജയമാണ് സംഭവിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡച്ചുകാർ വിജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്താവും? അത് തെറ്റാവും. അപ്പൊ സംഭവം മനസ്സിലാക്കി വെക്കുക. 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പൊ അതും ശരിയാണ്. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇനി ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്.
കാർട്ടസ് സമ്പ്രദായം, കാർട്ടസ് വ്യവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന തെറ്റെന്താണ്? ഇത് തെറ്റാണ്. എന്താണ് ഇവിടെ തെറ്റ് വന്നത്? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് വായിച്ചു നോക്ക്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. എന്താണ്? അത് തെറ്റാണ് അല്ലെ? പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയതാണ് കാർട്ടസ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് ഏത്? കാർട്ടസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്? 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സ്വാഭാവികമായിട്ടും നമ്മൾ യൂറോപ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ട വ്യക്തിയാണ് ആര്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഏത് എക്സാമിനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് എക്സാമിന്റെ മുമ്പ് ഞാൻ റിവിഷൻ ചെയ്യുമ്പോഴും വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറ്റുന്നത്രയും ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനും അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ, ചോദിക്കാതിരിക്കാൻ വഴിയില്ല. ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അങ്ങനെ ഇങ്ങനെ കപ്പലുകളുടെ പേര് ചിലപ്പോൾ തെറ്റായി കൊടുക്കുക, അല്ലെങ്കിൽ എത്തിയത് വർഷങ്ങൾ തെറ്റായി കൊടുക്കുക. വാസ്കോ ഡ ഗാമ 3 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. 1498 രണ്ടാമത് എത്തിയത് എപ്പോഴാണ്? അതിൽ തന്നെ ഉണ്ട്. രണ്ടാമത് വന്നത് 1502 അതാണ് രണ്ടാമത് എത്തിയത്, 1502. മൂന്നാമത് എത്തിയത്, അല്ലെങ്കിൽ അവസാനമായി വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചത് 1524 ഈ 1524 വാസ്കോ ഡ ഗാമ അന്തരിച്ചത്. 1524 ഡിസംബർ 24. രണ്ടിലും 24 ഉണ്ട് അല്ലെ? 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ മലേറിയ ബാധിച്ച് അന്തരിച്ചത്. കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. കൊച്ചിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്, സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോ ഡ ഗാമ അന്തരിച്ചത് എന്നത് മനസ്സിലാക്കണം കേട്ടോ. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് കേരളത്തിൽ വെച്ചിട്ടാണ്. എവിടെയാണ് ആദ്യം അടക്കം ചെയ്തത് എന്നാവും ചോദ്യം വരിക. അതെവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. എന്തുകൊണ്ടാണ് ആദ്യം അടക്കം ചെയ്തത് എന്നൊരു ചോദ്യം വന്നത്? അതായത് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ലിസ്ബണിലൊക്കെ അത്രയും വിലയുള്ള, അത്രയും പോപ്പുലർ ആയ ഒരു വ്യക്തിയാണ്, അത്രയും മഹാനായ ഒരു വ്യക്തിയാണ്. കാരണം ഇന്ത്യയിലേക്ക് പോയി അവിടെ കച്ചവടത്തിനുള്ള സാധ്യത ഉറപ്പാക്കി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത വാസ്കോ ഡ ഗാമ അവർക്ക് ഹീറോ ആണ്. അദ്ദേഹത്തിന്റെ ശവശരീരം എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ നിന്നും കൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ലിസ്ബണിലേക്കാണ് കൊണ്ടുപോയത്. 1539 ലിസ്ബണിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം എങ്ങോട്ട് കൊണ്ടുപോയത്? ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ലിസ്ബണിൽ ഏത് ചർച്ചിലാണെന്ന് ചോദ്യം വന്ന ജെറോണിമസ് കത്തീഡ്രൽ അല്ലെ? ജെറോണിമസ് കത്തീഡ്രൽ എന്ന ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം നിലവിൽ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യം വന്നത് 1498 മെയ് 20. ഇതിലെന്തായാലും നിങ്ങൾ ഡേറ്റും പഠിക്കണം. ഈ ഒരെണ്ണത്തിൽ ഡേറ്റ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പൽ ഇറങ്ങിയത്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് നമ്മൾ പഠിച്ചു. സെന്റ് റാഫേൽ അല്ല, സെന്റ് ഗബ്രിയേൽ ആണ്. സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകൾ വാസ്കോ ഡ ഗാമയെ പിന്തുണച്ചതാണ്. ഒരു വട്ടം കൂടെ, വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകൾ. അപ്പൊ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ, ദി ബെറിയോ എന്നീ കപ്പലുകൾ. അത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആണ്. ഇനി വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്നൊരു ചോദ്യം വരാറുണ്ട്. അതാരാണെന്നറിയോ? അൽവാരോ വെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. വാസ്കോ ഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ചോദ്യം വരും. വന്നാൽ ആരാണ്? അത് അൽവാരോ വെൻഹോവ് ആണ് കേട്ടോ. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. പിന്നെ വാസ്കോ ഡ ഗാമയുടെ വിശേഷണങ്ങൾ. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ സർദാർ KM പണിക്കർ, ഇദ്ദേഹം നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരാളാണ് അല്ലെ? സർദാർ KM പണിക്കർ എന്താണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചു. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു. എന്താണ് ഇദ്ദേഹം വാസ്കോ ഡ ഗാമയെ കുറിച്ച് വിശേഷിപ്പിച്ചത്? വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്നാണ് അല്ലെ? ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? സർദാർ KM പണിക്കരാണ്. ഓക്കെ,
ഓക്കെ, സർദാർ KM പണിക്കറാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ ചോദ്യം വരും, വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി. ഈ കഥ അതായത് ഇപ്പൊ ഞാൻ കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ചിലപ്പോൾ കപ്പലുകൾ തെറ്റിച്ച് തരും. ചിലപ്പോൾ വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയത് അൽബുക്കർക്കാണ് തന്നു കഴിഞ്ഞാൽ പോയി കറുപ്പിക്കരുത്. വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോ ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് വരും. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം നിലവിൽ ഉള്ളത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നത് എന്താണ്? അത് തെറ്റാണ്. നിലവിലില്ല. അവിടെയാണ് ആദ്യം അടക്കം ചെയ്തത്. പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി? ലിസ്ബണിലേക്ക് മാറ്റി. ലിസ്ബണിലെ ഏത് ചർച്ചിലാണ്? ഇപ്പോ ജെറോണിമസ് കത്തീഡ്രൽ എന്ന ചർച്ചിലാണ് നിലവിൽ അടക്കം ചെയ്തിട്ടുള്ളതും നമ്മൾ പഠിച്ചു. 1539 കൊണ്ടുപോയതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ വിശേഷണങ്ങൾ. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ് കേട്ടോ. മാനുവൽ രാജാവ്. ഈ മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചത്. ഓക്കെ, മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ എങ്ങോട്ട് അയച്ചത്? ഇന്ത്യയിലേക്ക് അയച്ചത്. ആരാണ്? മാനുവൽ രാജാവാണ്. ഡോം മാനുവൽ എന്നൊക്കെ വരും. ഓക്കെ, മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചത്. അദ്ദേഹം എന്താണ് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്നാണ് വിശേഷിപ്പിച്ചത്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇതവിടെ 1, 2 മാത്രമാണ് ശരി. നമുക്ക് അവിടെ എന്താണ് തെറ്റിയത്? കാർട്ടസ് വ്യവസ്ഥ അത് നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. അവിടെ കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണെന്നാണ് അല്ലേ? ബ്രിട്ടീഷുകാർ തെറ്റാണ്, പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കിയത്. പിന്നെ നമ്മൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വന്ന ഓർഡർ. ഓക്കെ, ചിലപ്പോൾ ഓർഡർ തന്നിട്ട് ഓർഡർ ശരിയാക്കാനൊക്കെ തരും. കാരണം പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഒക്കെ തന്നിട്ട് ഇതിന്റെ ഓർഡർ ശരിയാക്കാൻ വരും. ഒക്കെ നമുക്ക് നോക്കാം. വന്നതാണെങ്കിൽ ഈ കോഡാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വന്നത് പോടാ ബി ഫ്രൈ. ഇത് വന്നതിനുള്ള കോഡാണ്. ഓക്കെ, അതായത് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാരുടെ വരവാണ് കേട്ടോ. അവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ട്. ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ ആരെന്ന് ചോദ്യം വന്നാൽ ഓടിപ്പോയിട്ട് പോർച്ചുഗീസുകാരനെ കറുപ്പിക്കരുത്. ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശികൾ എന്ന് വന്നു കഴിഞ്ഞാൽ അത് പോർച്ചുഗീസുകാരല്ല. പോർച്ചുഗീസുകാർ ആദ്യം എത്തിയ യൂറോപ്യന്മാരാണ്. ഓക്കെ, ആദ്യം എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. അപ്പൊ ആദ്യം എത്തിയ വിദേശികൾ അറബികളാണ് കേട്ടോ. അറബികളാണ് ആദ്യം എത്തിയ വിദേശികൾ. ആദ്യം എത്തിയ വിദേശികൾ ആരാണ്? അറബികളാണ്. ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? പോടാ ബി ഫ്രൈ. ഇതിൽ പോ എന്താണ്? നമുക്കൊക്കെ അറിയാം, അത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ്. കിട്ടിയേ ആദ്യം എത്തിയത് വാസ്കോഡ ഗാമയാണ്. അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനാണ്. ലിസ്ബണിൽ നിന്നും 1497 അതുകൂടെ പഠിച്ചു വെച്ചാൽ 1497 അദ്ദേഹം ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. ഒരു വർഷം കഴിഞ്ഞ് 1498 മെയ് 20 അദ്ദേഹം എത്തി. ഓക്കെ, ഇനിയിപ്പോ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഓക്കെ, പോടാ ബി ഫ്രൈ. ഈ ഓർഡർ ഓർത്തു വെക്കണം. ഇതാണ് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാരുടെ വരവ്. ഇനി മടങ്ങിപ്പോയൊരു ഓർഡർ കൂടെ നമുക്ക് പഠിക്കാണ്ട്. ആദ്യം പോയത് ആരാവും? ഡച്ചുകാരാണ്. ഓക്കെ, അപ്പൊ എന്താണ് കോഡ്? ഡാ ബീഫേ പോ. ഓക്കെ, പോടാ ബീ ഫ്രൈ എന്നുള്ളതാണ് നമ്മുടെ വരുമ്പോഴുള്ള കോഡ്. അതായത് ഇന്ത്യയിലേക്ക് വരുന്നത് പോടാ ബീ ഫ്രൈ ആ കോഡിലാണ്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബി ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അവസാനം എത്തിയത് ഫ്രഞ്ചുകാരാണ്. പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട്. ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയതും അവസാനം മടങ്ങിപ്പോയതും രണ്ടും പോർച്ചുഗീസുകാരാണ് കേട്ടോ. ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയതും അവസാനം മടങ്ങിപ്പോയതും രണ്ടും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ എന്താണ്? ഡച്ചുകാരാണ്. ബി എന്താണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ രണ്ടാമതായി മടങ്ങിപ്പോയത്. അപ്പൊ അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാലോ. അപ്പൊ ഈ കോഡ് അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർഡർ നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ഡച്ചുകാരാണെന്ന് കിട്ടി, പിന്നെ ബ്രിട്ടീഷുകാരാണെന്ന് കിട്ടി, പിന്നെ ഫ്രഞ്ചുകാരാണ്, പിന്നെ പോർച്ചുഗീസുകാരാണ്. അപ്പൊ ആദ്യം ഇന്ത്യയിലേക്ക് എത്തിയതും അവസാനമായി മടങ്ങിപ്പോയതും രണ്ടും ആരാണ്? രണ്ടും പോർച്ചുഗീസുകാരാണ്. ആദ്യം എത്തിയ യൂറോപ്യർ എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? വാസ്കോഡ ഗാമയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ യൂറോപ്യന്മാരുടെ ആഗമനം, യൂറോപ്യന്മാരെത്തിയത് പഠിക്കണം, തിരിച്ചുപോയത് പഠിക്കണം, വാസ്കോഡ ഗാമ എന്തായാലും പഠിക്കണം. ഓക്കെ, അവിടുത്തെ ഒരു ഡയമണ്ട് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കാണ് വാസ്കോഡ ഗാമ. നമുക്ക് നോക്കാം. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ടത് നമ്മൾ പഠിച്ചു. ആരാണ്? സർദാർ KM പണിക്കറാണ്. ഓക്കെ, സർദാർ KM പണിക്കറാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗവുമായി കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ
അവിടെ എന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് അവിടെ തെറ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെടുന്നതാണ് കാർട്ടസ്. ഓക്കെ, പാർട്ടസ് അല്ല, കാർട്ടസ്. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി അതിലെ ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി അതിലെ ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പൊ കാർട്ടസ് എന്താണ്? അത്യാവശ്യമാണ്. ഓക്കെ, കാർട്ടസ് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി അതിലെ ജീവനക്കാരെ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗവുമായി കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് കാർട്ടസ്. ഓക്കെ, അപ്പൊ ഈ കാർട്ടസ് എന്തായാലും പഠിച്ചു നോക്കണം. മേ ബി കാർട്ടസ് മാത്രം നിങ്ങൾക്ക് ചോദ്യം വരാം. ഇനി അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. നമുക്ക് നോക്കാം. ഇതെന്തായാലും അറിഞ്ഞിരിക്കണേ. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കാലഗണനാക്രമം എന്തായാലും വരും. ഞാൻ കഴിഞ്ഞ മാരത്തോണിലാവുന്നു ഞാൻ ചാന്നാർ ലഹളയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കാലഗണനാക്രമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും കിടക്കുന്ന ഒരു സാധനമാണ് ചാന്നാർ ലഹള. എന്തായാലും വരും. ഓക്കെ, അപ്പൊ വർഷങ്ങൾ എന്തായാലും ഒരുവിധമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം, ഓരോന്നിന്റെ വർഷങ്ങൾ എഴുതി വെച്ചാലോ. ആദ്യം വൈക്കം സത്യാഗ്രഹം ഏതാണ് വർഷം? 1924. ഓക്കെ, 1924. ചാന്നാർ ലഹള എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴാണ്? അത് 1859 കേട്ടോ. ചാന്നാർ ലഹള എന്ന് മാത്രം കൊടുത്ത. എന്തിനാ ഞാൻ മാത്രം കൊടുത്താന്ന് പറഞ്ഞറിയോ? ഒന്നാം ചാന്നാർ ലഹള എന്നൊരു ചോദ്യം വന്ന അത് 1822 കേട്ടോ. ചാന്നാർ ലഹള 1859. പാല്യം സത്യാഗ്രഹം 47-48 ആയിട്ട് വരും. 1947 കൊടുക്കുക. ഓക്കെ, 47-48 കാലങ്ങളിലായിട്ടാണ് പാല്യം സത്യാഗ്രഹം നടക്കുന്നത്. ഓക്കെ, ഇത് മൂന്നും കൊടുത്തു. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം, അതും നമുക്കൊക്കെ അറിയാം. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇനി ഇതിനൊന്ന് പൂരിപ്പിച്ച് നോക്ക്. അതായത് ആദ്യം വരുന്നത്, ഇതിലിപ്പോ കൊടുത്തിരിക്കുന്നതിൽ ആദ്യം വരുന്നത് ഏതാണ്? 1859 ചാന്നാർ ലഹള. അപ്പൊ ഒന്ന് കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു ചാന്നാർ ലഹള നിങ്ങൾ അറിഞ്ഞു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഇതിലൊന്ന് നോക്കി നോക്ക്. ഒന്നാമത് ചാന്നാർ ലഹളയാണെന്ന് കിട്ടി. ഓക്കെ, ചാന്നാർ ലഹള മീൻസ് ഇതിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടോ? അപ്പൊ ബാക്കി അറിയില്ലെങ്കിൽ പ്രശ്നം വരുമല്ലേ. ഇതിൽ ആദ്യം തുടങ്ങുന്നത് ചാന്നാർ ലഹളയാണ്. പിന്നെ 1924 വൈക്കം സത്യാഗ്രഹം, പിന്നെ വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ 47 പാലിയം സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ ആദ്യം, അതായത് ഇനി വർഷം കൃത്യം അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏകദേശം ഏത് സമയത്താണെന്ന് ബാക്കിയൊക്കെ അറിഞ്ഞാലും നിങ്ങൾക്ക് ചാന്നാർ ലഹള മാത്രം കൃത്യം വർഷം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 2143 അല്ലേ? 2143. ഓക്കെ, അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കാം. പ്രധാനപ്പെട്ടത് മീൻസ് എല്ലാതും ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിൽക്കില്ല. വർഷങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളുടെ മാത്രമായിട്ട് കേരള ഹിസ്റ്ററി ഫുൾ വർഷങ്ങൾ നോട്ടും, അതായത് നിങ്ങൾക്ക് നോട്ട്സ് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വായിച്ചു തരികയല്ലാതെ നമ്മൾ തന്നെ അവിടെ നിന്നിട്ട് ഒരു നോട്ടും പേന ഒന്നും നിങ്ങൾ കയ്യിൽ വെക്കേണ്ട. ജസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പഠിച്ചു പോകും. ഓക്കെ, അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളുടെ ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക്, അതായത് വർഷങ്ങൾ പിന്നെ എന്തായാലും ആ ക്ലാസ് കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഏത് വർഷം ചോദിച്ചാലും പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ഓക്കെ, അത് എൻ്റെ ഉറപ്പാണ്. നിങ്ങൾ ആ ഉറപ്പിൽ പോയി കണ്ടോ. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ സ്പീഡിലൊന്ന് പറഞ്ഞു പോവാം. പഠിപ്പിച്ചു തരാൻ മേ ബി ടൈം ഉണ്ടാവില്ല, എന്നാൽ ഞാൻ പറ്റുന്ന അത്രയും പഠിപ്പിക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് 1498 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? വാസ്കോ ഡ ഗാമ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, പിന്നെ 1697 എന്ത്? അഞ്ചുതെങ്ങ് കലാപം അല്ലെ? അഞ്ചുതെങ്ങ് കലാപം എന്താണ് പ്രത്യേകത? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അത് ചോദ്യം വരും അല്ലെ? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. 23 ഒരു സംഭവം പഠിക്കാണ്ട്. എന്താണ് 1723? വേണാട് ഉടമ്പടി നമ്മൾ പഠിക്കണം. വേണാട് ഉടമ്പടി 1723 കേട്ടോ. 1723 വേണാട് ഉടമ്പടി. അപ്പൊ 697 അഞ്ചുതെങ്ങ് കലാപം, 721 ആറ്റിങ്ങൽ കലാപം, പിന്നെ 723 വേണാട് ഉടമ്പടി. ഈ ആറ്റിങ്ങൽ കലാപം ചോദ്യം വരും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതെന്ന് ചോദ്യം വരും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ചോദ്യം വന്നാൽ നമ്മൾ സംഘടിച്ച് നമ്മൾ ആറ്റിലേക്ക് കുളിക്കാൻ പോകുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യ കലാപമാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപമാണ്. പിന്നെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് കേട്ടോ ഈ വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും
പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഓം ആണ് കേട്ടോ. അലക്സാണ്ടർ ഓം ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒപ്പുവെച്ചത്. പിന്നെ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, മാർത്താണ്ഡവർമ്മ എന്നുള്ള പേരിലല്ല ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെന്ന് ചോദ്യം വരാം, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്നും ചോദ്യം വരാം. രണ്ടും ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ 1741 നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കുളച്ചൽ യുദ്ധമാണ് അല്ലെ. കുളച്ചൽ യുദ്ധമാണ് 1741. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. പിന്നെ 93 മുതൽ 97 വരെ, അത് ഇമ്പോർട്ടന്റ് അല്ലേ, 93 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം. പിന്നെ 800 മുതൽ 805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. ഇനി നമുക്ക് ചോദ്യം വരാണ്, പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം എന്ന് ചോദ്യം വന്ന 1793 മുതൽ 1805 വരെയാണ് കേട്ടോ. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം. 1800 മുതൽ 1805 വരെയാണ്. ഓക്കെ, പിന്നെ 1809 കുണ്ടറ വിളംബരം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. 1809 കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ നടത്തിയ കുണ്ടറ വിളംബരം 1809. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറിച്യ കലാപം 1812 കുറിച്യ കലാപം. ആ വർഷം പഠിച്ചു വെക്കണം, 1812 കുറിച്യ കലാപം. കുറിച്യ കലാപം 1812. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗോത്രവർഗ കലാപം എന്നൊക്കെ ചോദ്യം വരും കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗോത്രവർഗ കലാപം എന്ന് ചോദ്യം വന്നാൽ അത് കുറിച്യ കലാപമാണ്. ഇതിൽ ചോദ്യം വരാറുണ്ട്, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദ്യം വരാറുണ്ട്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ഓക്കെ, രാമൻ നമ്പിന്നോ അല്ലെങ്കിൽ രാമനമ്പിന്നോ തരും. രാമൻ നമ്പി അല്ലെങ്കിൽ രാമൻ നമ്പിന്നും തരാം, അല്ലെങ്കിൽ രാമനമ്പിന്നും തരാം. ഓക്കെ, രാമനമ്പിന്നും തരാം. ഓക്കെ, അപ്പൊ ആൻസർ വരും. അപ്പൊ ഇതുവരെ ക്ലിയർ ആയോ? 1697 അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, വേണാട് ഉടമ്പടി, കുളച്ചൽ യുദ്ധം, പിന്നെ ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം. ഇനി പഴശ്ശി കലാപങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ 93 മുതൽ 805 വരെ. 809 കുണ്ടറ വിളംബരം, 812 എന്ത് നടന്നത്? 812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം ചോദ്യം വരാറുണ്ട് കേട്ടോ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത്. അത് എന്തിന്റെ മുദ്രാവാക്യമാണ്? കുറിച്യ കലാപം. എന്താണ് കുറിച്യ കലാപത്തിന്റെ കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് അല്ലെ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും അല്ലെ. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത്. അതിൽ എന്തായിരുന്നു തെറ്റായ നികുതി നയം? അതായത് ബ്രിട്ടീഷുകാർ നികുതി ഉയർത്തിയതും കൂടാതെ എന്താണ്, നികുതി പണമായിട്ട് ആവശ്യപ്പെട്ടു. സാധാരണയായിട്ട് അവിടെ ഈ ആദിവാസികൾ, അതായത് ഈ വിഭാഗങ്ങൾ കുറിച്യരും കുറുമ്പരും ഒക്കെ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? അവരെന്താണോ കൃഷി ചെയ്യുന്നത് അതിൽ നിന്നുള്ളതാണ് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ പിന്നീട് അത് എന്തായിട്ട് ആവശ്യപ്പെട്ടു? അങ്ങനെ കാർഷിക വിളകളായിട്ടല്ല, പകരം പണമായിട്ട് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെതിരെ നടന്ന കലാപമാണ്. അങ്ങനെയാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം വന്നത്. പിന്നെ അവിടെ ഒരു ചോദ്യം വരും, ഇതിൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദ്യം വരും. ആരാണ്? തോമസ് വാർഡൻ ആണ് കേട്ടോ. തോമസ് വാർഡൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. തോമസ് വാർഡൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വാർഡൻ ആണ് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ വാർഡൻ ആണ് ഫൈനൊക്കെ ഏർപ്പെടുത്തുക. അപ്പം വാർഡൻ ആണ് ടാക്സ് ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ഇതുപോലെ തന്നെയാണ് തോമസ് ഹാർവേ ബാബർ അല്ലെങ്കിൽ ടി എച്ച് ബാബർ. ഇതും റിപ്പീറ്റിംഗ് ആണ്, ടി എച്ച് ബാബർ. ഓക്കെ, തോമസ് ഹാർവേ ബാബർ. ഇദ്ദേഹമാണ് എന്ത്? രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? ടി എച്ച് ബാബർ ആണ്. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ആരെന്ന് ചോദ്യം വന്നാലും, കുറിച്യ കലാപ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദ്യം വന്നാലും, തലശ്ശേരി സബ് കളക്ടർ. തലയിൽ മുടി വെട്ടാൻ ബാർബർ വേണം, അപ്പൊ അത് ഉത്തരം കിട്ടും. ഓക്കെ, തലയിൽ മുടി വെട്ടാൻ ബാർബർ. അപ്പൊ തലശ്ശേരി സബ് കളക്ടർ. ആ തല കണ്ടിട്ട് വേഗം ആൻസർ കണക്ട് ചെയ്തോ. തലശ്ശേരി സബ് കളക്ടർ ടി എച്ച് ബാബറാണ്. ഓക്കെ, ഇദ്ദേഹമാണ് കുറിച്യ കലാപത്തെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഒരു ദിവസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം അവരുടെ വരുതിയിലായെന്ന് പറഞ്ഞത് ആരാണ്? ടി എച്ച് ബാബറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കണം. ഇപ്പൊ നമ്മൾ വർഷങ്ങൾ മാത്രം മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകണോണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്ത് പോണത്. ഈ തലക്കൽ ചന്തു ഒക്കെ പഠിച്ചു വെക്കണം. രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. പക്ഷെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പിയാണ്. ഡൗട്ട് വരരുത്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്
തലക്കൽ ചന്തു ആണ്, തലക്കൽ ചന്തു. ഇനി പഴശ്ശി കലാപങ്ങളുടെയും കാരണങ്ങൾ ചോദ്യം വരാറുണ്ട്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം. ഇനി രണ്ടാം പഴശ്ശി കലാപം ചോദ്യം വരികയാണെങ്കിൽ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ്, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് എന്തുണ്ടായത്, രണ്ടാം പഴശ്ശി കലാപം ഉണ്ടായത്. പഠിച്ചു വെക്കണേ. അപ്പൊ ഇത് ക്ലിയർ? 2, 1, 4, 3. ഓക്കെ. മാർച്ച് 30, 1924 വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാഘവയ്യ. ചോദ്യം വരുവേ. ഓക്കെ, മാർച്ച് 30, നമ്മൾ വർഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നമ്മളെവിടെ എത്തി? 1812 കുറിച്യ കലാപമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി 1859, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു 1822 ഒന്നാം ചാന്നാർ ലഹള. ഓക്കെ, ഒന്നാം ചാന്നാർ ലഹള നടന്ന വർഷമാണ്. പക്ഷെ ഇങ്ങനെ ചോദ്യം വരാറില്ല. പ്രത്യേകം എടുത്ത് ഒന്നാം ചാന്നാർ ലഹള എന്ന് പ്രത്യേകം ചോദ്യം വന്നാൽ മാത്രം ഇത് ആൻസർ ചെയ്യുക. ചാന്നാർ ലഹള എന്ന് ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ 1859 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ ഒന്നാം ചാന്നാർ ലഹളക്ക് പ്രചോദനമേകി അല്ലെങ്കിൽ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് എന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ പലർക്കും ഡൗട്ട് വന്നിരുന്ന ഒരു കാര്യമാണ്. അതായത് വൈകുണ്ഠ സ്വാമികൾ 1859 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിപ്പില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ചാന്നാർ ലഹളക്ക് പ്രചോദനമേകി എന്നൊക്കെ പല ഡൗട്ട്സും ഉണ്ട്. ഇത് നോക്കി, ഒന്നാം ചാന്നാർ ലഹള 22 ആ സമയത്ത് അതിന് നേതൃത്വം നൽകിയതെന്നൊക്കെയാണ് ചോദ്യം വരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ആ സാധനത്തിൽ ഡൗട്ട് വരണ്ട. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് എന്ന് ചോദ്യം വന്നാൽ വേഗം കറുപ്പിച്ചോ, അത് വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹമാണ് സ്വയം വിശേഷിപ്പിച്ചത് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. ഇനി അതല്ലെങ്കിൽ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ്. സമം കണ്ട വൈകുണ്ഠ സ്വാമികളാണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞു തരാറുണ്ട്, സമം കണ്ടോ അത് വൈകുണ്ഠ സ്വാമികളാണ്, സമം വൈകുണ്ഠ സ്വാമികളാണ്. ഇത് രണ്ടും സമം. ഓക്കെ, സമത്വ സമാജം സമപന്തി ഭോജനം രണ്ടും വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സമപന്തി ഭോജനം രണ്ടും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സമപന്തി ഭോജനം, സമത്വ സമാജത്തിന്റെ സ്ഥാപകനും സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനും രണ്ടും വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം നടത്തിയതാണ് തൈക്കാടയ്യ. പന്തി ഭോജനം നടത്തിയതാണ് തൈക്കാടയ്യ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ് കേട്ടോ. ഗുരുക്കന്മാരുടെ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ, സ്വാതി തിരുനാളുടെ, ഇവരുടെയൊക്കെ ഗുരുവാണ് ആര്? തൈക്കാടയ്യ. സ്വാതി തിരുനാളിന്റെ ഗുരുവാണ്. ഈ സ്വാതി തിരുനാളാണ് വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. എന്തിന്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. അതിനല്ല, ജയിലിലിട്ടത് എന്താ? തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂർ രാജഭരണത്തെ എന്താണ്? കരിഭരണം അല്ലെങ്കിൽ കരിനീച ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? അതൊക്കെ വൈകുണ്ഠ സ്വാമികളാണ്. ചോദ്യം വരുന്നതാണ്, എപ്പോഴും ചോദ്യം വരുന്നതാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം എന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അങ്ങനെ ഏത് രാജാവിനെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദ്യം വന്നാലാണ് സ്വാതി തിരുനാൾ. ഓക്കെ, ഈ സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. സ്വാതി തിരുനാളാണ് ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ, ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാളിന്റെ ഭരണകാലം. അങ്ങനെ സ്വാതി തിരുനാൾ ആരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. ആരെ? വൈകുണ്ഠ സ്വാമികളെ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് എവിടെയാണ്? ശിങ്കാരത്തോപ്പ് ജയിലിലാണ് കേട്ടോ അടച്ചത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അദ്ദേഹത്തെ അടച്ചത്. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത്. അങ്ങനെ അടച്ച അദ്ദേഹത്തെ വിട്ടു നൽകാൻ വേണ്ടി ആരാണ് സ്വാഭാവികമായിട്ടും ചെന്നിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്ക്. വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യൻ തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ശിഷ്യൻ കാണുന്നുണ്ടോ അവിടെ? ഓക്കെ, തൈക്കാടയ്യയുടെ ശിഷ്യൻ സ്വാതി തിരുനാൾ. ഓക്കെ, നോക്ക്, വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യ, തൈക്കാടയ്യയുടെ ശിഷ്യനാണ് സ്വാതി തിരുനാൾ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത
ഈ ശിഷ്യനായിട്ടുള്ള തൈക്കാടയ്യ തന്റെ ശിഷ്യനായിട്ടുള്ള സ്വാതി തിരുനാളിനോട് പോയി ചോദിക്കുകയെ വിട്ടു നൽകാൻ, അങ്ങനെ അദ്ദേഹത്തെ മോചിപ്പിച്ചു. ഓക്കെ, അത്ര ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്, ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. പിന്നെ സ്വാമിക്കിണർ അല്ലെങ്കിൽ മുന്തിരിക്കിണർ, സ്വാമിക്കിണർ അല്ല മുന്തിരിക്കിണർ, മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട് അല്ലെ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങനെ ഒരു വിവേചനമില്ല, മേൽജാതിക്കാർക്ക് മാത്രമേ ഇതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അത് സ്വാമിത്തോപ്പിലാണ് സ്ഥാപിച്ചത്. ഈ സ്വാമിത്തോപ്പിലാണ് ആര് ജനിച്ചത്? വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും വൈകുണ്ഠ സ്വാമികളെ പറ്റിയിട്ട് അറിയണം. അദ്ദേഹത്തിന്റെ കൃതികൾ മേ ബി ചോദ്യം വരാം. കൃതികൾ അധികം ചോദ്യം വരാം ചട്ടമ്പി സ്വാമികളുടെ, ശ്രീനാരായണ ഗുരുവിന്റെയാണ്. വൈകുണ്ഠ സ്വാമികളുടെ അഥവാ ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യണ്ടേ അഖില തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ഏതാണ്? അഖില തിരുട്ട് അമ്മാനെ അരുൾനൂൽ. അഖില തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ഇത് രണ്ടും ആരുടെ കൃതികളാണ്? ഇത് രണ്ടും വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ്. അദ്ദേഹത്തിന്റെ വചനങ്ങൾ, വേല ചെയ്താൽ കൂലി കിട്ടണം, ആരുടെ വചനങ്ങളാണ്? വൈകുണ്ഠ സ്വാമികളുടെ വചനങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ സമപന്തി ഭോജനം ചോദ്യം വരും, സമത്വ സമാജം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം നമ്മൾ പഠിച്ചു. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം ഒന്ന് സ്റ്റാർ ഇട്ട് വെച്ചോ, മിശ്രഭോജനം ന്യൂസിയാട്ടിയാണ്. അപ്പൊ ചോദ്യം വരാൻ ചാൻസ് ഇല്ലേ? മിശ്രഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പക്ഷെ ശ്രീനാരായണ ഗുരുവിന്റെ ഉല്ലലയിലൊക്കെ ഉള്ള കണ്ണാടി പ്രതിഷ്ഠ ഫേമസ് ആണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഉല്ലല, കളവങ്കോട്, ഇവിടെയൊക്കെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, അഹം ബ്രഹ്മാസ്മി. എന്താണ് അഹം ബ്രഹ്മാസ്മി? യു ആർ യുവർ സെൽഫ് ഗോഡ് എന്നാണ്. അതായത് ആലോചിച്ച് നോക്ക്, നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ യു ആർ യുവർ സെൽഫ് ഗോഡ്, കണ്ണാടിയാണ് പ്രതിഷ്ഠ, കണ്ണാടി പ്രതിഷ്ഠ. അപ്പൊ യു ആർ യുവർ സെൽഫ് ഗോഡ് എന്നതാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ആശയം. അത്രയൊക്കെ എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. വർഷം 1859 എത്തി. 1859 അതാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള, ഇവിടെ ഒരു ഡേറ്റ് മേ ബി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം. എന്താണ് ചാന്നാർ ലഹള? നിങ്ങൾക്ക് അറിയാം അല്ലെ, മാറുമറക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ചാന്നാർ ലഹളയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്നതാണ്. അങ്ങനെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദ്യം വരും. ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാളാണ് കേട്ടോ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. 1859 ജൂലൈ 26-നാണ് വിളംബരം നടന്നത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് 1859 ജൂലൈ 26. അപ്പൊ ഡേറ്റും പഠിച്ചു വെക്കണ്ടേ? 1859 ജൂലൈ 26. ഇതുവരെയുള്ള വർഷങ്ങളൊന്നും എന്റെ കൂടെ പറയൂ. ആദ്യം നമ്മൾ പഠിച്ചു അഞ്ചുതെങ്ങ് കലാപം. എപ്പോഴാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. ഇനി ഞാൻ വർഷം പറയില്ല, ഞാൻ ചോദ്യം ചോദിക്കാം, ഒരു സെക്കൻഡ് ഞാൻ ടൈം ഇട്ടിട്ട് പിന്നെ ഞാൻ വർഷം പറയാം. ആ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ഉടമ്പടി വേണാട് ഉടമ്പടിയാണ്. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഒന്ന് മാർത്താണ്ഡവർമ്മ, പിന്നൊന്ന് ആരാണ്? മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓമാണ്. ഈ മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് ഒപ്പുവെച്ചതെന്നും ചോദ്യം വരും. മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ് അല്ലെ. രാജകുമാരൻ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അതാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദ്യം വരും. അതാണ് കുളച്ചൽ യുദ്ധം. വേണാട് ഉടമ്പടി വർഷം എന്ന് പറയും 1723. ആറ്റിങ്ങൽ കലാപം 1721. കുളച്ചൽ യുദ്ധം വർഷം 1741. കുളച്ചൽ യുദ്ധം. പിന്നെ നമ്മൾ അടുത്തത് പഠിച്ചത് 1793 മുതൽ 805 വരെ എന്തോ സംഭവം നടന്നു എന്ന് പഠിച്ചു. അതെന്താണ്? അത് പഴശ്ശി കലാപങ്ങളാണ്. ഇനി ഒന്നാം പഴശ്ശി കലാപം എന്ന് പറഞ്ഞാൽ 93 മുതൽ 97 വരെ. രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെ. സോറി കേട്ടോ. രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെ. അത് നമ്മൾ പഠിച്ചു. പഴശ്ശി കലാപങ്ങൾ ക്ലിയർ ആയി. ഓക്കെ, പഴശ്ശി കലാപങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് 809 കുണ്ടറ വിളംബരം നടന്നു നമ്മൾ പഠിച്ചു അല്ലെ. 1809 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത്. ഈ 1809 കേട്ടോ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. എവിടെയാണ് ജനിച്ചത് നമ്മൾ പഠിച്ചു. അവിടെ തന്നെയാണ് കിണർ സ്ഥാപിച്ചത്. എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. അദ്ദേഹത്തെ അടച്ച ജയിലാണ് ശിങ്കാരത്തോപ്പ് ജയിൽ. അപ്പൊ 1809 കുണ്ടറ വിളംബരം. അടുത്തതാണ് കുറിച്യ കലാപം. എന്താണ് അതിന്റെ പ്രത്യേകത? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നടന്ന ഒരു ഗോത്രവർഗ കലാപമാണ് ഏത്?
കുറിച്യ കലാപം. ഈ കുറിച്യ കലാപത്തിന് ഒരു മുദ്രാവാക്യം ഉണ്ട്. അത് ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഈ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ആലോചിച്ച് നോക്ക്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. നേരെ പോയി തലക്കൽ ചന്തു കറുപ്പിക്കരുത്. ഓപ്ഷൻ എയിൽ തലക്കൽ ചന്തു ആണ് കിടക്കുന്നുണ്ടാവുക. നമ്മുടെ കഴിഞ്ഞ CPO എക്സാമിനാണെന്നാണ് എൻ്റെ ഓർമ്മ. CPO എക്സാമിന് മുമ്പ് നമ്മൾ മാരത്തോൺ ചെയ്തപ്പോൾ CPO എക്സാമിന് വന്ന ചോദ്യങ്ങൾ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ എ നേരെ ഒന്ന് വായിച്ചിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് സ്കിപ്പ് ചെയ്തൊന്ന് പോയി ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സ്കിപ്പ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് അങ്ങനെ ഒരുപാട് മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു. കിട്ടിയതിൽ സന്തോഷം. അതായത് തീർച്ചയായിട്ടും അങ്ങനെ മാർക്ക് കിട്ടി. ഈ ഓപ്ഷൻ എ എന്ന് പറയുന്ന സാധനം നിങ്ങളെ കറക്കാനുള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സാധനം തന്നെ പറയാം. ഇപ്പോൾ നമ്മളെന്താ പറയുക 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്ന് ആദ്യം കിടക്കുന്നുണ്ടാവും മേ ബി ഓപ്ഷൻ എയിൽ തലക്കൽ ചന്തു ആവും. അത് നിങ്ങളെ കുഴപ്പിക്കാനാണ്. നിങ്ങൾ കുറിച്യർ തലക്കൽ ചന്തു രണ്ടും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ് വേഗം പോയി കറുപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻ ഡിയിലോ സിയിലോ ആയിട്ട് ആരും കിടക്കുന്നുണ്ടാവും? നമ്മുടെ രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പി കിടക്കുന്നുണ്ടാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ ഒരു ചെറിയ സംശയത്തിൽ വായിക്കുക കേട്ടോ. ഓപ്ഷൻ എ ഉറപ്പിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒന്ന് ഉറപ്പിക്കണം നിങ്ങൾ. അല്ലാതെ ഓപ്ഷൻ എ കണ്ടതും ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യരുത്. അതാണ് PSCക്ക് വേണ്ടത്. അത് നിങ്ങൾ ചെയ്യരുത്. ആ അബദ്ധം പറ്റരുത്. കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ പറഞ്ഞ ട്രിക്ക് പലർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതിൽ സന്തോഷം. ഇനി വരുന്ന എക്സാമുകൾക്കായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക. PSCയുടെ ഒരു മെയിൻ ട്രിക്കാണത്. ഓപ്ഷൻ എയിൽ തെറ്റുകൾ കൊടുക്കില്ല. ഏകദേശം ഒരു ശരിയാണെന്ന് തോന്നുന്ന ഒരു കണക്ഷൻ കൊടുക്കുകയാണ് അവർ ചെയ്യാം. ഒരു പൊട്ടത്തെറ്റ് അവിടെ എന്തായാലും കൊടുക്കില്ല. നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഇട്ട് തന്നിട്ടേ അവിടെ വിടുള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞത് തലക്കൽ ചന്തു എന്താണ്? പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് തലക്കൽ ചന്തു അല്ല. ആരാണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ്? കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമാണ്. അതുവരെ ക്ലിയർ ആണ്. അത് 1812 അതും കിട്ടി. 1812 കുറിച്യ കലാപം. പിന്നെ കുറിച്യ കലാപത്തിൽ അതായത് എന്തിനാണ് നടന്നത് നമ്മൾ പഠിച്ചു. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്ത് ഈ കുറിച്യ കലാപത്തിന് കാരണമായി വന്നത്. അതിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെ ആദിവാസി വിഭാഗങ്ങളാണ് പങ്കെടുത്തത്? കുറിച്യരും കുറുമ്പരുമാണ് പങ്കെടുത്തത് കേട്ടോ. കുറിച്യരും കുറുമ്പരുമാണ് കുറിച്യ കലാപത്തിൽ പങ്കെടുത്തത് 1812 പിന്നെ നമ്മൾ പഠിച്ചു ഒന്നാം ചാന്നാർ ലഹള എന്ന് ചോദ്യം വരികയാണെങ്കിൽ മാത്രം 1822 നിങ്ങൾക്ക് കൊടുക്കുക. ഇനി അതല്ല ചാന്നാർ ലഹള മാത്രമാണ് ചോദ്യം വരുന്നെങ്കിൽ അത് 1859 അധികവും വരാറുള്ളത് ഇയാളാണ്. 1859 അധികവും വരിക. 1859 ചാന്നാർ ലഹള. ഓക്കെ, അപ്പൊ ചാന്നാർ ലഹള വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു വർഷം കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. എന്താണ്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രതിഷ്ഠയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ. എന്താണ്? അതിലാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം. അതായത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആരാധിക്കാൻ വേണ്ടിയിട്ട് ഗുരു ഒരു അമ്പലം പണിയാണ്. അതായത് അവിടെ അയിത്തവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചുമരിൽ എഴുതി വെച്ചൊരു കാര്യം, അതായത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എഴുതി വെച്ച കാര്യം ചോദ്യം വരാറുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയെന്ന് ചോദ്യം വന്നാൽ അത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് കേട്ടോ. 1888 അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ് എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? അത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. എന്തിനാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അതായത് ഇത്ര ആലോചിച്ചാൽ മതി. ഐത്തം, അതായത് ഈ വിവേചനമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കയറിയിട്ട് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഇവിടെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത് എഴുതി വെച്ചിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദ്യം വരും. അത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. അതിന് ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തിനാണ് ഈ പ്രതിഷ്ഠ എന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് കണക്ട് ആവും. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ, അതായത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വന്ന് ദൈവത്തിനോട് അടുത്ത് നിന്ന് തന്നെ പ്രാർത്ഥിക്കുക. അതിന് അയിത്തൊന്നുമില്ല. അമ്പലത്തിന്റെ പുറത്ത് നിന്ന് ദൂരെ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും കയറി ചെല്ലാം. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. പിന്നെ ഇവിടെ ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണെന്ന്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ് കേട്ടോ. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണെന്നുള്ളതും പഠിച്ചു വെക്കുക. നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത്. നെയ്യാറിലെ ശങ്കരൻ കുഴി. അത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. പിന്നെ അരുവിപ്പുറം, അതായത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് വന്നിട്ട് മേൽജാതിക്കാർ വന്ന് എതിർക്കും. നിങ്ങൾ എന്തിനാണ് ശിവനെ പ്രതിഷ്ഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എതിർക്കും. അപ്പൊ എന്താണ് ശ്രീനാരായണ ഗുരു കൊടുത്ത മറുപടി? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ഞങ്ങൾ ഈഴവരായതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അമ്പലത്തിൽ കയറാൻ പറ്റാത്തതും
ഐത്തം നിലനിൽക്കുന്നതും വിവേചനമൊക്കെ ഉണ്ടാവുന്നതും. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ് ചോദ്യം വന്നാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. പക്ഷേ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് കേട്ടോ. പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെച്ചോ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. പിന്നെ പ്രധാനപ്പെട്ടത് ഒന്ന് പഠിക്കാനുള്ളത് 1921 മലബാർ കലാപം. 1921 മലബാർ കലാപം, 1924 വൈക്കം സത്യാഗ്രഹം, 1930 ഉപ്പു സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭം. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ 36 ക്ഷേത്ര പ്രവേശന വിളംബരം, 46 പുന്നപ്ര വയലാർ 42 അതിന് മുമ്പ് പഠിക്കണം കീഴരിയൂർ ബോംബ് കേസ്, 46 പുന്നപ്ര വയലാർ സമരം. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടറുകളൊന്നും ഞാൻ പറഞ്ഞുതരാം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ചോദ്യം വരാറുണ്ട്, അതാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വർഷം പഠിച്ചു വെക്കുക. 1921 തന്നെയാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി. ഓക്കെ, ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വാഗൺ ട്രാജഡി വരെ ഒന്ന് പഠിച്ചു വെക്കുക. ഒരു മിനിറ്റ് തന്നെ ഒന്ന് വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ വാഗൺ ട്രാജഡി 1921 നവംബർ 10. ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദ്യം വരാറുണ്ട്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് ഏത്? പോത്തന്നൂർ സ്റ്റേഷൻ. പോത്തന്നൂർ സ്റ്റേഷനാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തത്. എന്തായിരുന്നു? വാഗണിലെ ആൾക്കാരെ കുത്തി നിറച്ച് കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു അല്ലേ? അങ്ങനെ പോണ വഴിക്ക് പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ അതിൻ്റെ ഉള്ളിൽ കടന്ന് ശ്വാസം മുട്ടി മരിക്കുകയാണ്. അതാണ് വാഗൺ ട്രാജഡി. ഇതിന്റെ വിശേഷണങ്ങൾ ചോദ്യം വരാറുണ്ട്. ഒരു വിശേഷണമാണ് പ്രധാനപ്പെട്ട് നമ്മൾ പഠിക്കാറുള്ളത്, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് അല്ലേ? എന്താണ്? പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിനെ, ഈ വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ് കേട്ടോ. സുമിത് സർക്കാരാണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾ പഠിച്ചു വെക്കണം. അതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ പഠിച്ചു വെക്കുക. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ചോദ്യം വരാറുണ്ട്. അതാണ് പൂക്കോട്ടൂർ ലഹള. പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ചോദിച്ചാൽ അതെന്താണ്? അത് പൂക്കോട്ടൂർ ലഹളയാണ്. പിന്നെ നമുക്ക് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ് ഈ വൈക്കം സത്യാഗ്രഹം. എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡയമണ്ട് ചോദ്യമാണ് അവിടുത്തെ. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയതായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. ഇതിന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. എങ്കിലും അതിലും ഇമ്പോർട്ടന്റ് ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, പിന്നെ 1923 കാക്കിനട സമ്മേളനം. 1923 അതും TK മാധവനുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇതിന് നേതൃത്വം നൽകിയതും TK മാധവനാണ്. 1923 കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതും ആരാണ്? TK മാധവനാണ്. അത്രയും എന്തായാലും അറിഞ്ഞു വെക്കണം. വൈക്കം സത്യാഗ്രഹം. പിന്നെ വൈക്കം സത്യാഗ്രഹം എന്താണ്? ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളതും അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദ്യം വരും. ദക്ഷിണേന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വന്നാൽ അതേതാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. പിന്നെ 36 ക്ഷേത്ര പ്രവേശന വിളംബരം. ഇതിനെയാണ് ഗാന്ധിജി ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. സോറി, അതിന് മുമ്പ് ഇവിടെ ഉണ്ട്. 1930 ഉപ്പു സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം അതിന് നേതൃത്വം നൽകിയതാരാണ്? K കേളപ്പനാണ്. അപ്പൊ ഉപ്പു സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG ആണ് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AKG. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആരാണ്? K കേളപ്പൻ. അത് ചോദ്യം വരാറുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG ആണ്, AK ഗോപാലൻ. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കിൽ അടക്കപ്പെട്ടത് ആരാണ്? അത് AK ഗോപാലനാണ് കേട്ടോ. അറിയാത്തവർ പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കിൽ അടക്കപ്പെട്ടത് ആരാണ്? AK ഗോപാലനാണ്. AKG ആണ് കേട്ടോ.
അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AKG ആണ്, അല്ലെങ്കിൽ AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്, അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ നമ്മൾ നേരത്തെ പഠിച്ചു. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ ചോദ്യം വരും, അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാരാണ് കേട്ടോ. EK നായനാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടത്ര കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആയാലും ചട്ടമ്പി സ്വാമികളുടെ ആയാലും പ്രധാന കൃതികളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോകണേ, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യ കൃതിയാണ് ചോദ്യം വരാനുള്ളത്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ്. പിന്നെ ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ? ശിവശതകം, ദൈവദശകം, അല്ലെ, ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഒരു വട്ടം കൂടെ, ആത്മോപദേശ ശതകം, ശതകം, ദശകം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരുടെയാണ്? അത് ശ്രീനാരായണ ഗുരുവിന്റെ. ശതകം, ദശകം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് കേട്ടോ. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? പിന്നെ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളും ചോദ്യം വരും. വേദാധികാര നിരൂപണം, അല്ലെ, അതിൽ തന്നെ പേരിൽ തന്നെ ചട്ടമ്പി സ്വാമികളെ കണക്ട് ചെയ്യലാണ്. ചട്ടമ്പി സ്വാമികൾ അതിനെയും അധികം പലതിനെയും എതിർത്തുകൊണ്ടാണ് വേദാധികാര നിരൂപണം, വേദം പഠിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം സവർണർക്ക് മാത്രമല്ല, അവർണർക്കും വേദം പഠിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നതിനെ പറ്റി പറയുന്നതാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. പിന്നെ അദ്ദേഹത്തിൻ്റെയാണ് ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രതി. ക്രിസ്തുമത ഛേദനം എന്താണ്? ക്രിസ്ത്യൻ മിഷനറിമാര് മതപരിവർത്തനം നടത്തിയിരുന്ന ആ സമയത്ത് അതിനെ എതിർത്തുകൊണ്ടുള്ളതാണ് ക്രിസ്തുമത ഛേദനം. പിന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, ക്രിസ്തുമത ഛേദനം, മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, അല്ലെ, ആദ്യ ഭാഷ തമിഴാണെന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, അപ്പൊ ആദിഭാഷ, പിന്നെ പ്രാചീന മലയാളം, ഇതൊക്കെ ആരുടെ പ്രധാന കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളിൽ അല്ലെങ്കിൽ താഴത്ത് കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉണ്ട്. അത്രയും വിശേഷണങ്ങളുണ്ട്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഈ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്താണെന്ന് അറിയോ? അയ്യപ്പൻ എന്നാണ്. ഓക്കെ, അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം. ഈ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. കുഞ്ഞാണ്. ഓക്കെ, ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. അത്രയും എന്തായാലും അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടും എന്തായാലും കൃതികൾ അറിഞ്ഞു വെക്കുക. പിന്നെ വിശേഷണങ്ങളും ചട്ടമ്പി സ്വാമികളെ എങ്ങനെയൊക്കെ ചോദ്യം വരുന്നു കൂടെ ഞാൻ ഇട്ട് തരാം. അതൊന്ന് പഠിച്ചു വെച്ചാൽ മേ ബി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വാരി വലിച്ച് പഠിക്കാനുള്ള സമയമില്ല, മീൻസ് ഏറ്റവും ആവശ്യമുള്ള നിങ്ങൾ പഠിച്ചിരിക്കും വേണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുപോലെ ആലുവ സർവ്വമത സമ്മേളനം 1924 നടന്നത്. അതിന്റെ അതായത് അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കാനുമാണെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആലുവ സർവ്വമത സമ്മേളനമാണ്, എല്ലാ മതക്കാരും വരികയാണ്. അവിടെ വന്നിട്ട് എല്ലാവരും അവിടെ വാദിക്കാൻ നിന്നാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് എന്തായാലും അറിഞ്ഞു വെക്കുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് വചനങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അടുത്ത കൺഫ്യൂസിംഗ് ഫാക്ട് അതുകൂടെ പറഞ്ഞുതരാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് മേ ബി ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞുതരാം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എയിൽ കിടക്കുന്നുണ്ടാവും ശ്രീനാരായണ ഗുരു. ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞു പോയി കറുപ്പിക്കരുത്, അത് വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞതാണ്. ആക്ച്വലി ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളല്ല, ശ്രീനാരായണ ഗുരു കടം കൊണ്ട വാക്കുകളാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു തൈക്കാടയുടെ വാക്കുകളാണത്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയാണ്. ഈ വാക്കുകളാണ് ഗുരു കടം കൊണ്ടിട്ട് പ്രശസ്തമാക്കിയത്. ഗുരു അത് മലയാളത്തില് പറഞ്ഞു, അത് പ്രശസ്തമായി. ഓക്കെ, ആക്ച്വലി ഇത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളല്ല. അപ്പൊ ഇത് ഏത് സാധനം കണ്ടാലും അതെ ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പോയി കറുപ്പിക്കരുത്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്.
പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാണ്? അത് തൈക്കാടയ്യാണ്. തമിഴ് കേട്ടാൽ മനസ്സിലാവും. തൈക്കാടയ്യ, അദ്ദേഹമാണ് സൂപ്രണ്ടയ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ജനങ്ങൾ സ്നേഹപൂർവ്വം സൂപ്രണ്ടയ്യ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് തൈക്കാടയ്യാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ പാണ്ടി പറയൻ, പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ആരാണ്? അതും തൈക്കാടയ്യാണ്. ഓക്കെ, പാണ്ടി പറയൻ, പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്നതും തൈക്കാടയ്യാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുമല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയുടെ പുലയലഹള ഓക്കെ 1915 പേരിനാട് ലഹള, അതൊക്കെ ചോദ്യം വരും. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ഈ കാക്കിനഡ സമ്മേളനം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1923 കാക്കിനഡ സമ്മേളനം. ഓക്കെ, അതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം. കാരണം ഐത്തോച്ചാടന പ്രമേയം ആരാണ് അവതരിപ്പിച്ചതെന്നും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്. TK മാധവനാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും TK മാധവനാണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി മണിമുഴക്കിയ അബ്രാഹ്മണൻ ആരാന്ന് ചോദ്യം വരും. അതാരാണ്? അത് P കൃഷ്ണപിള്ളയാണ് കേട്ടോ. P കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി മണിമുഴക്കിയ അബ്രാഹ്മണൻ. അത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. പിന്നെ 32 നിവർത്തന പ്രക്ഷോഭം. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ കാരണമായത് ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരാൻ കാരണമായ പ്രക്ഷോഭം. പിന്നെ 36 നമ്മൾ പറഞ്ഞു ക്ഷേത്ര പ്രവേശന വിളംബരം. ഈ ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പിന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട ചോദ്യം വന്നാലും ഏതാണ്? അത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. അപ്പൊ പലർക്കും ഡൗട്ട് വരുന്നതാണ്, അത് പണ്ടാരപ്പാട്ട വിളംബരം അല്ലേ എന്ന്. പണ്ടാരപ്പാട്ട വിളംബരം എന്താണ്? തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നല്ല, കർഷകരുടെ മാഗ്ന കാർട്ട ചോദ്യം വന്നാൽ ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരമാണ് കർഷകരുടെ മാഗ്ന കാർട്ട. പഠിച്ചു നോക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദിച്ചാൽ അത് പണ്ടാരപ്പാട്ട വിളംബരം. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ക്ഷേത്ര പ്രവേശന വിളംബരം. ഇതുവരെ ക്ലിയർ. പിന്നെ 42 കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രധാന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ. ചോദ്യം വരാറുണ്ട്, വരും, പ്രതീക്ഷിച്ചു പോയിക്കോ. 1942 കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ. 46 പുന്നപ്ര വയലാർ സമരം അല്ലേ. സർ CP രാമസ്വാമിയുടെ അദ്ദേഹത്തിന്റെ എന്താണ് അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ. അപ്പം പഠിച്ചു വെക്കുക, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയ 2 സാധനങ്ങളുണ്ട്. 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ, ഈഴവ മെമ്മോറിയൽ 1896, 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ള. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു. ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം. അത്രയും എന്തായാലും പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ 1946 പുന്നപ്ര വയലാർ സമരം വരെ വർഷങ്ങളും അതിലെ കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സംഭവങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ആ സംഭവങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ചാന്നാർ ലഹളയ്ക്ക് എന്തായാലും വർഷവും ആ സംഭവങ്ങളും സഹിതം പഠിച്ചു പോയിക്കോ. 1859 ജൂലൈ 26 ആര് സ്വാതന്ത്ര്യം നൽകിയത്? ഉത്രം തിരുനാൾ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. ക്ലിയർ. അപ്പൊ ഇതുവരെയുള്ള ഏകദേശം കാര്യങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവനാണ് ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? TK മാധവൻ. അതും പഠിച്ചു വെക്കണം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചത് 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആരാണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരെന്ന് ചോദ്യം വരും. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ചോദിക്കാം.
പറ്റിയ സാധനമാണ്. അതാണ് ഉത്രം തിരുനാളാണ്. ഉത്രം തിരുനാൾ ഇദ്ദേഹത്തിന്റെ ഭരണകാലമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം സ്വാതി തിരുനാൾ, കഥകളിയുടെ സുവർണ കാലഘട്ടം ഉത്രം തിരുനാൾ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് പാർവതിബായി അല്ലെ, റാണി പാർവതിബാണ്, റാണി ഗൗരി പാർവതിബായി ആണ് കേട്ടോ പ്രൈമറി വിദ്യാഭ്യാസം. മൃഗബലി, ദേവസ്വത്തിന് കീഴിലുള്ള മൃഗബലി നിരോധിച്ചത് ആരാണ്? അത് സേതു ലക്ഷ്മിബായി. ആലോചിച്ച് നോക്ക്, സാധുക്കളായ മൃഗങ്ങളെയാണ് ഉപദ്രവിക്കുന്നത്, സാധുക്കളായ മൃഗങ്ങളെയാണ് ബലി കൊടുക്കുന്നത്. അപ്പൊ സാധു സേതു, സാധുക്കളായ മൃഗങ്ങൾ. അപ്പൊ സേതു ലക്ഷ്മിബായി ആണ് എന്ത് മൃഗബലി നിരോധിച്ചത്. അത്ര എന്തായാലും പഠിച്ചോക്കെ. പിന്നെ കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാളാണ് കേട്ടോ. കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ, ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നതും ആരാണ്? കാർത്തിക തിരുനാളാണ്. പിന്നെ അവിട്ടം തിരുനാളാണ് എന്ത്? ദുർബലനായ രാജാവ് അല്ലെ, തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് അവിട്ടം തിരുനാളാണ്. വെട്ടം കണ്ടാൽ ഓടുന്ന ആലോചിച്ചാൽ മതി, ദുർബലനാണ്, വെട്ടം കണ്ടാൽ ഓടും എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ്, സ്വതന്ത്രാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം അതിന്റെയും വർഷം നമ്മൾ അവിടെ നോട്ട് ചെയ്തിരുന്നത് 47-48 കാലങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, 1859 ജൂലൈ 26, ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ആര് നൽകിയത്? ഉത്രം തിരുനാൾ നൽകിയത്. പിന്നെ അവിടെ മാഗ്ന കാർട്ട മറക്കരുത് കേട്ടോ. മാഗ്ന കാർട്ട നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പിന്നെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. ഓക്കെ, പിന്നെ പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകൾ ഏതൊക്കെയാണ്? കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP. എന്താണ്? പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ സംഘടനകളാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ SNDP. SNDP സ്ഥാപിതമായ വർഷം ചോദ്യം വരും, 1903 മെയ് 15. എന്താണ് SNDPയുടെ ഫുൾ ഫോം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. SNDPയുടെ ഫുൾ ഫോം ആണ് കേട്ടോ. തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാളാണെന്നുള്ളതും പഠിച്ചു വെക്കുക അല്ലെ. അവസാന തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ. നമുക്ക് അങ്ങനെയല്ലേ പഠിക്കാനുള്ളത്? മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ അശോകൻ എന്നും തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭരണനയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെടുന്നത് അല്ലെ. ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡവർമ്മയുടെ ഭരണനയമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം. അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പണ്ടാരപ്പാട്ട വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം. ഈ ക്ഷേത്രപ്രവേശന വിളംബരം അതായത് അതുമായി ബന്ധപ്പെട്ട് ഒരു തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 1920 ആദ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 20 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, പിന്നെ 20, 25, 27, 1934, 37. ഇതിൽ ഈ 37 ക്ഷേത്രപ്രവേശനത്തിന്റെ ഇതിൽ വന്നത് അല്ലേ. ക്ഷേത്രപ്രവേശനവുമായി, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം കഴിഞ്ഞിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് വന്നത് ചോദിച്ചാൽ 1937. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഈ 5 വർഷങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്ത വർഷം ഏതെന്ന് ചോദ്യം വരും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 1920, 25, 27, 34, 37 ഇതാണ് വൈക്കം സത്യാഗ്രഹമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് ഏത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. അത്രയും ഒന്ന് എന്തായാലും അറിഞ്ഞു വെക്കുക. പിന്നെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയതാണെങ്കിൽ അത് 1925 കേട്ടോ. 25 രണ്ടാം കേരള സന്ദർശനത്തിലാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ. പ്രത്യേകിച്ച് നവോത്ഥാന നായകന്മാരുടെയൊക്കെ കൃതികളൊക്കെ നല്ല ചോദ്യം വരും. അല്ലെങ്കിൽ സംഘടനകൾ, SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, വാഗ്ബടാനന്ദനാണ് ഏത് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ അല്ലേ. അങ്ങനത്തെ ഓരോന്നൊക്കെ ചോദ്യം വരും. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. സഹോദര സംഘം അവിടെ തന്നെ കിട്ടും, സഹോദരൻ, അയ്യപ്പൻ, അങ്ങനെ ഓരോന്ന്. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം, സമപന്തി ഭോജനം രണ്ടും ആരാണ് നമ്മൾ പഠിച്ചു? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ഓരോന്നും ഇങ്ങനത്തെ പഠിച്ചു വെക്കുക. ഓക്കെ, പ്രീതി ഭോജനം വാഗ്ബടാനന്ദനാണ് നടത്തിയത്. പ്രീതി ഭോജനം, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും
പഠിച്ചു വെക്കുക. പിന്നെ യോഗക്ഷേമ സഭ, ആരാണ് യോഗക്ഷേമ സഭ? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. പിന്നെ അരയ സമാജം, അതും ചോദ്യം വരാറുണ്ട്. നമ്മൾ കറുത്ത അരയൻ എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറ്റണം അത്രയും ഞാൻ അവിടെ ഇട്ട് തരുന്നില്ല. ശരിക്കും അധികം കാര്യങ്ങൾ ഇനിയും നിങ്ങളെ പഠിപ്പിക്കാം. മറ്റേ പണ്ഡിറ്റ് KP കറുപ്പന്റെ അരയ സമാജം അല്ലാതെ കല്യാണദായിനി സഭ എന്നൊക്കെ പറഞ്ഞ് ഇനിയും ഇങ്ങനെ പഠിപ്പിച്ച് പോവാം. പക്ഷെ അത്രയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആവശ്യമായത് തന്നെ ആലോചിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാണെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്ന അത്രയും റിവിഷൻ ചെയ്ത ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞ ആ ടിപ്പ് മറക്കരുത്. ഓപ്ഷൻ A ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത്ര മാത്രം മനസ്സിൽ വെച്ചാൽ മതി. എല്ലാ ഓപ്ഷനും വായിച്ച് ഉറപ്പിക്കാതെ ഞാൻ ആൻസർ ചെയ്യില്ല. അത്ര ആലോചിച്ചാൽ മതി. നമുക്ക് എക്സാം ഹോളാണ്, നല്ല വെപ്രാളുണ്ടാവും. പെട്ടെന്ന് ആൻസർ ചെയ്യണം, പെട്ടെന്ന് എനിക്ക് മാർക്ക് കിട്ടണം എന്നൊക്കെ പലതും തോന്നും. അതൊക്കെ മാർക്ക് പോകാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൈനസ് മാർക്ക് അടിക്കരുത്. ശ്രദ്ധിച്ച് മാത്രം മനസ്സിലാക്കി ആൻസർ ചെയ്യുക. ഓരോന്നും വായിച്ചു നോക്കുക. ചോദ്യം കണ്ടതും ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത ഇപ്പോൾ പാലിയം സത്യാഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ക്ഷേത്ര പ്രവേശന വിളംബരം, പുന്നപ്ര വയലാർ സമരം, മറ്റേ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഇതൊക്കെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ക്വസ്റ്റ്യൻ കണ്ടതും പോയിട്ട് വിട്ട് കളഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കരുത്. എല്ലാതും ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒന്ന് കൃത്യമായിട്ട് വായിക്കുക. ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നല്ല ആത്മവിശ്വാസത്തോടു കൂടെ എഴുതുക. നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാമിന് പോവുക. വെള്ളമൊക്കെ കുടിച്ചിട്ട് എക്സാമിന് കയറുക. വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് എക്സാം ഹോളിൽ കയറി. ആ സമയത്ത് എനിക്ക് മൂത്രമൊക്കെ മുട്ടും, ഞാൻ എങ്ങനെ ഇത് പറയുന്നൊക്കെ ആലോചിച്ച് ഇരിക്കേണ്ടി വരരുത്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി നല്ല സമാധാനത്തിൽ വേറെ ഒന്നും ചിന്തിക്കാല്ലാതെ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ആയിക്കോളും ഇതിൽ തന്നെ കണ്ണു വെക്കരുത്. അതായത് നിങ്ങളുടെ മൈൻഡ് പാലസ് കൈവിട്ട് പോകും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താ ആൻസർ എന്താ തന്നെ വരുന്നതാവും. നിങ്ങൾ ആലോചിച്ച് ആൻസർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് തല തിരിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക. ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സർക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നല്ല, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു എനർജി ഇല്ലേ, കൃത്യം ആ ക്വസ്റ്റ്യൻസ് ഓരോ അളവും അറിഞ്ഞ് അത് ഒരു 20ാമത്തെ ക്വസ്റ്റ്യനൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ആൻസർ ചെയ്ത് പോകുമായിരിക്കും. അപ്പോൾ അത് വിടുക. നല്ല രീതിയിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ചെറിയ മാർക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ റാങ്ക് നല്ലോണം താഴേക്ക് പോകുന്നു മനസ്സിലാക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആൻസർ ചെയ്യുക. അപ്പം നല്ല രീതിയിൽ വായിച്ച് ആൻസർ ചെയ്യുക. പ്രത്യേകിച്ച് ഫയർമാൻ്റെ ഒക്കെ എക്സാം ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ക്യാൻസൽ ചെയ്ത് കളയാൻ ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മൈൻഡ് നെഗറ്റീവ് ആക്കാൻ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും എനിക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഒരു നെഗറ്റീവ് എനർജി മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഏകദേശം എല്ലാത്തിനെയും അത് ബാധിക്കും. അപ്പോൾ ഒന്നും വരരുത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടഫ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ എഴുതാനുള്ളതാവും. ആദ്യത്തെ നല്ല ഈസി ആണെങ്കിൽ കടന്ന് പൊരിയരുത്, ബാക്കി ചിലപ്പോൾ ടഫായിട്ട് വരും. ഓക്കെ, ഇതൊക്കെ ഒരു മൈൻഡിനെ നിങ്ങളുടെ തിരിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റ്യനും അതേപോലെ ഒരേ ടൈപ്പിലാവണം നിങ്ങൾ വായിച്ച് ആൻസർ ചെയ്യേണ്ടത്. ഒരേ ഓപ്ഷൻ പോയിട്ട് ആൻസർ ചെയ്യണം എന്നല്ല, അത് പോയിട്ട് ചെയ്തിട്ട് വരരുത്. ഓക്കെ, ഒരേപോലെ വായിച്ച് ഒരേ ഒരു എനർജി എല്ലാത്തിനും നിങ്ങൾ കൊടുക്കണം. അതായത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടഫായി, ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞിട്ട് എല്ലാതും പോയി ആൻസർ ചെയ്യരുത്. ആദ്യം തന്നെ ഈസി ആയി, അപ്പോൾ എല്ലാം ഈസി ആണെന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പോയി ആൻസർ ചെയ്യരുത്. എല്ലാം നേരെ വായിച്ച് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് ആ രീതിയിൽ ആൻസർ ചെയ്യുക. ഒന്ന് ടഫായെങ്കിൽ മറ്റേത് ഈസി ആവാനും ചാൻസ് ഉണ്ട്, ഒന്ന് ഈസി ആയെങ്കിൽ മറ്റേത് ടഫ് ആവാനും ചാൻസ് ഉണ്ട്. ടഫ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടഫ് ആണെന്നല്ല, ഈസി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈസി ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നേരെ മനസ്സിലാക്കി നേരെ വൃത്തിയിൽ പോയി ആൻസർ ചെയ്യുക. എക്സാമിന് മുമ്പും നന്നായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ശ്വാസമൊക്കെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റെങ്കിലും ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫോക്കസോട് കൂടെ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡ് പാലസ് എടുത്ത് പുറത്തേക്ക് ഇട്ട് തരണ്ടേ, കിട്ടണ്ടേ, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഞാൻ അടുത്ത ക്ലാസ്സും ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്തുള്ളൂ. ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കുറച്ചാണെങ്കിലും ഞാൻ ഇതിലധികം ക്വസ്റ്റ്യൻസിനല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആണ് കുറഞ്ഞു വന്നത്, പക്ഷേ സംഭവങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അത്രയും കിട്ടാൻ ഞാൻ എന്തായാലും ക്ലാസ് അവസാനിപ്പിക്കില്ല. എനിക്ക് സത്യമായിട്ട് തീരെ വയ്യ. എനിക്ക് കുറച്ച് മെഡിക്കൽ പ്രോബ്ലം, കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് കുറച്ച് ലാഗ് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര ലാഗ് അടുപ്പിക്കലില്ല ക്ലാസ്സുകൾക്ക്. മിനിമം 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ക്ലാസ് എന്തായാലും എൻ്റെ വരുന്നതാണ്. അപ്പം അത്രയും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ
ക്ലാസ് എടുക്കുമ്പോഴായാലും നേരെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഞാൻ എന്തായാലും വരും, അടുത്ത ക്ലാസ്സുമായിട്ട് വരും. ഓക്കെ, സംസാരിക്കാൻ ഇത്രയും സൗണ്ട് എനിക്ക് പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വരും. എന്തായാലും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ആളുകളും റാങ്ക് ലിസ്റ്റിൽ വരണം അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ മെസ്സേജൊക്കെ കാണുന്നതാണ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പോയി എക്സാം എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ ഒരു മൊമെന്റിനെ പറ്റി ചിന്തിച്ച് നോക്കണം. അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫയർമാൻ, അതായത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർക്കാണോ നിങ്ങൾക്ക് ഇത് ഏൽപ്പിക്കാനുള്ളത്, ഈ അപ്പോയിൻമെന്റ് ലെറ്റർ കൊണ്ടുപോയി കൊടുക്കാനുള്ളത്, അവരുടെ മുമ്പിൽ ഈ യൂണിഫോം അണിഞ്ഞ് നിൽക്കാനുള്ളത്, അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. അതിനുവേണ്ടി ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും. നന്നായി തന്നെ നിങ്ങൾ ആൻസർ ചെയ്യും. പിന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കുക. കോഴ്സ് ഏതൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ച് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല റാങ്ക് വാങ്ങാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.